ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HLOOKUPും VLOOKUPും തമ്മിലുള്ള വ്യത്യാസമാണ് പറയാൻ പോകുന്നത്. HLOOKUP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ലുക്കപ്പ് ആണ്. വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് റോ ബേസ് ചെയ്ത് ചെക്ക് ചെയ്തിട്ടാണ് HLOOKUPൽ വാല്യൂ റിട്ടേൺ ചെയ്യാം. VLOOKUPൽ കോളം ബേസ് ചെയ്തിട്ടാണ്, ഓരോ കോളം ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആൻസർ റിട്ടേൺ ചെയ്യാം. VLOOKUP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ലുക്കപ്പും HLOOKUP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ലുക്കപ്പും ആണ്. ഓക്കെ, വെർട്ടിക്കൽ ലുക്കപ്പിൽ എപ്പോഴും കോളം ബേസ് ചെയ്തിട്ടും ഹൊറിസോണ്ടൽ ലുക്കപ്പിൽ റോ ബേസ് ചെയ്തിട്ടുമാണ് ആൻസർ നമ്മൾ പറയുന്ന സെല്ലിൽ റിട്ടേൺ ചെയ്യിക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് അവിടെ എംപ്ലോയി നെയിം, അതുപോലെ തന്നെ കോഡ്, ഡിപ്പാർട്ട്മെന്റ്, ഇത് റോ ബേസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, റോയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മൾ മുകളിൽ കോളം ബേസ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് VLOOKUP നോക്കാം. VLOOKUP ഫസ്റ്റ് സഞ്ജീവ് എന്ന പേര് അടിച്ചിട്ടുണ്ട്, നമ്മൾ നെയിം ചെയ്തിട്ടുണ്ട്. ഈക്വൽ ടു VLOOKUP, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ സഞ്ജീവ് പറഞ്ഞു കൊടുക്കുക, ടേബിൾ അറേ പറഞ്ഞു കൊടുക്കുക, കോമ ടു ടേബിൾ അറേ എൻറ്റയർ, ആ ടേബിൾ സെലക്ട് ചെയ്യുക. ഓക്കെ, കോമയിട്ട് കൊടുക്കുക. കോളം ഇൻഡെക്സ് നമ്പർ വേണം എടുത്തത്, കോമയിട്ട് കൊടുക്കുക. കോളം ഇൻഡെക്സ് നമ്പർ, സാലറി നാലാമത്തെ റോ ഇതിലാണ്, കോളത്തിലാണ്. അപ്പം 4 കോളം നമ്പർ കൊടുത്തു. ജോബ് കാറ്റഗറി സെയിൽസ് എക്സിക്യൂട്ടീവ് വന്നു, കണ്ടോ, സെയിൽസ് എക്സിക്യൂട്ടീവ്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് സാലറിയാണ്. അതിന് വേണ്ടിയിട്ട് ആ സെല്ലിൽ വെച്ച് മൊത്തം കോപ്പി ചെയ്യുക, എസ്കേപ്പ് അടിച്ചു കൊടുത്തിട്ട് സാലറി എന്ന് പറഞ്ഞ സെല്ലിൽ കൊണ്ടുവയ്ക്കുക, ഫോർമുല ബാറിൽ കൊണ്ടുവച്ച് പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് സാലറി 5ാമത്തെ കോളത്തിലാണുള്ളത്. 1 2 3 4 5, 5ാമത്തെ കോളത്തിലാണ് സാലറി. അപ്പോൾ നമ്മൾ അവിടെ 4 മാറ്റിയിട്ട് 5 എന്ന് അടിക്കണം. ഇൻഡെക്സ് നമ്പർ 18,000 വന്നു സാലറി. ഇനി നമുക്ക് കോഡാണ്. കോഡ് ഇതുപോലെ തന്നെ കോപ്പി ചെയ്യുക, എസ്കേപ്പ് അടിക്കുക, ആ സെല്ലിൽ കൊണ്ടുവച്ച് ഫോർമുല ബാറിൽ വയ്ക്കുക, പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് കോഡ് 2ാമത്തെ കോളത്തിലാണുള്ളത്. 2 എന്ന് അവിടെ അടിച്ചു കൊടുക്കുക. കോഡ് 10,001 വന്നു. സഞ്ജീവിന്റെ സാലറി 18,000, കോഡ് 11,000, ജോബ് കാറ്റഗറി സെയിൽസ് എക്സിക്യൂട്ടീവ്. നമുക്ക് ജയന്തി ഇട്ട് കൊടുക്കാം. ജയന്തിയുടെ പേസ്റ്റ് ചെയ്ത്, ജയന്തി എന്ന് പറയുന്ന ആ പേര് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ജൂനിയർ അക്കൗണ്ടന്റ് ആണ്. ജോബ് കാറ്റഗറി സാലറി 18,000, കോഡ് 10,007. അടുത്ത് ജമാലുദ്ദീൻ നോക്കാം. ജമാലുദ്ദീൻ്റെ അവിടെ പേസ്റ്റ് ചെയ്ത് നോക്കാം. ജമാലുദ്ദീനെ സെയിൽസ് മാനേജർ ആണ് അയാൾ. ആളുടെ സാലറി 30,000 ആണ്, കോഡ് 10,003 ആണ്. ഇതുപോലെ തന്നെ നമുക്ക് ഇനി HLOOKUPൽ നോക്കാം. ജോബ് കാറ്റഗറി ഈക്വൽ ടു HLOOKUP എന്നടിക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ സഞ്ജീവനെ കൊടുക്കുക, കോമയിട്ട് കൊടുക്കുക, ടേബിൾ അറേ പറഞ്ഞു കൊടുക്കുക, എൻ്റെ റോ സെലക്ട് ചെയ്യുക, ആ ടേബിൾ മൊത്തം സെലക്ട് ചെയ്യുക, കോമയിട്ട് കൊടുക്കുക. ഇനി റോ ഇൻഡെക്സ് നമ്പർ ആണ്. VLOOKUPൽ കോളം ഇൻഡെക്സ് നമ്പർ ആയിരുന്നു, ഇവിടെ റോ ഇൻഡെക്സ് നമ്പർ ആണ്. 4ാമത്തെ റോയിലാണ് ജോബ് കാറ്റഗറി ഉള്ളത്, അത് പറഞ്ഞു കൊടുക്കുക, കോമയിട്ടിട്ട് 4 എന്ന് കൊടുക്കുക. എക്സാക്ട് മാച്ചിന് വേണ്ടിയിട്ട് ഫോൾസ് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ജോബ് കാറ്റഗറി വരെ സെയിൽസ് എക്സിക്യൂട്ടീവ് കണ്ടു. അപ്പോൾ നമുക്ക് നോക്കിയാൽ സഞ്ജീവിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് അയാൾ. ഓക്കെ, ഇനി അടുത്തത് നേരത്തെ പോലെ തന്നെ സെല്ലിൽ വെച്ച് ഫോർമുല കോപ്പി ചെയ്യുക, എസ്കേപ്പ് അടിച്ചു കൊടുക്കുക, സാലറിയുടെ തൊട്ട് താഴെ വെച്ച് ഫോർമുല ബാറിൽ കേഴ്സർ വെച്ച് പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്താ വേണ്ടത്, സാലറിയാണ് വേണ്ടത്. സാലറി 5ാമത്തെ റോയിലാണ്, കോളത്തിലല്ല, 5ാമത്തെ റോ ആണ്. 5ാമത്തെ റോ നമ്മൾ അവിടെ അടിച്ചു കൊടുത്തു, 18,000 വന്നു. ഇനി കോഡ് നമുക്ക് 2ാമത്തെ റോയിലാണ് കിടക്കുന്നത്. ഇതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് റോ ഇൻഡെക്സ് നമ്പർ 5 എന്നുള്ളത് 2 എന്നാക്കി കൊടുക്കുക. അപ്പം നമുക്ക് അവിടെ കോഡ് വന്നു 10,001. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളുടെ പേര് ജമാലുദ്ദീൻ തന്നെ
ജമാലുദ്ദീൻ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കാം. ജമാലുദ്ദീൻ സെയിൽസ് മാനേജർ, സാലറി 30,000, കോഡ് 10,003. ഓക്കെ, ഈ കറക്റ്റ് അല്ലേ? ഇനി അടുത്ത് നമുക്ക് സെയിൽസ് മാനേജറാണ് ജമാലുദ്ദീൻ, 30,000 സാലറി 10,003. ഇനി ജയപ്രകാശ് അടിച്ചു. അക്കൗണ്ടന്റ് ആണ് ജയപ്രകാശ് അക്കൗണ്ടന്റ് ആണ്. അതുപോലെ തന്നെ ജയപ്രകാശിന്റെ സാലറി 20,000 ആണ്, കോഡ് 10,005 ആണ്. കണ്ട? അപ്പോൾ ഇങ്ങനെയാണ് വി ലുക്കപ്പിലും എച്ച് ലുക്കപ്പിലും നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റകൾ റിട്ടേൺ ചെയ്യുന്നത്. വി ലുക്കപ്പ് വെർട്ടിക്കലായിട്ട് നോക്കും, കോളം ബേസ്ഡ് ആയിട്ട് നോക്കും. എച്ച് ലുക്കപ്പ് ഹൊറിസോണ്ടൽ റോ ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് ആൻസർ റിട്ടേൺ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കമൻ്റ് ഇടാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ വീണ്ടും നമസ്കാരം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.